പാട്ടുകാരൻ പാടിയതുപോലെ ഈ മരുയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മാത്രം മതി. കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഭാരങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ലോകത്തില് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാണ് നമുക്ക് ആവശ്യം. ഇവിടെ നിന്ന് പ്രസംഗം കഴിയുമ്പോൾ ഫ്രീസറിൽ വെച്ചപ്പോഴാകും തോന്നുന്നു. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട അങ്കിളിനും ആന്റിക്കും ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ആരാധന കടന്നിരുവാൻ തമ്മിൽ വലിയ ആദ്യം സഹായിച്ചിട്ടുള്ള സ്തോത്രം ചെയ്യുന്നു. വലിയ ദൈവജനത്തോടൊപ്പം ഒരു ഞായറാഴ്ച കൂടെ ദൈവത്തെ ആരാധിപ്പാനും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പങ്കുവെക്കുവാനും ദൈവനായി എനിക്ക് തന്ന വലിയ സമയത്തിനാണ് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സംഖ്യാപുസ്തകം അതിന്റെ 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. പഴയ നിയമത്തില് 159-ാമത്തെ പേജ്. 159-ാമത്തെ പേജ് പഴയ നിയമത്തിൽ. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. കഴുത ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഇക്കാലം ഒക്കെയും എന്റെ പുറത്തല്ലേ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവൻ പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ വായിച്ചു കേട്ടല്ലോ. ആ കേട്ട വചനത്തിലും ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. അവയെ ഞങ്ങളുടെ ആത്മീയ ജീവിതം ഒന്നുകൂടി അനുഗ്രഹിക്കപ്പെടുവാൻ, എന്റെ ദൈവത്തിന്റെ ഹിതപ്രകാരമായി തീരുവാൻ നിന്റെ വചന കേൾവി മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. വചനം പറയുന്ന എളിയവന്റെ കുറവുകൾ കർത്താവെ, കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ആരുടെയും അനുഗ്രഹത്തിന് ഒരിക്കലും തടസ്സമാകാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ ഞങ്ങൾ എല്ലാവരെയും നിറച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കുന്ന പിതാവെ കേൾക്കണമേ. ആമേൻ. കഴുത ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഇക്കാലം ഒക്കെയും എന്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവൻ പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിലെ ബിലെയാമിന്റെ കഥ ഒരു പുതുമ നിറഞ്ഞ കഥയാണ്. ബിലെയാമിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ 8 പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. വെളിപ്പാട് 2:14. പെർഗമോസ് സഭയുമായുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ആര്? ബിലെയാം. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം ദൈവവിളിയുടെ പുസ്തകമാണ്. ദൈവവിളിയുടെ ഉത്തരം ഈ പുസ്തകത്തിൽ തന്നെയുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉള്ളടക്കം ദൈവിക വീണ്ടെടുപ്പാണ്. കൂടാതെ വിശുദ്ധ വേദപുസ്തകം മുന്നറിയിപ്പുകളുടെ പുസ്തകം കൂടിയാണ്. സ്തോത്രം. ബിലെയാമിനെ പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസ സമൂഹത്തിന്, എനിക്കും നിങ്ങൾക്കും ഒരു മുന്നറിയിപ്പായിട്ട് കൂടെയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ ജനം 430 വർഷം മിസ്രൈമിൽ അടിമകളായിരുന്നു. ഇവരെ തങ്ങളുടെ പിതാവായ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക്
കൊണ്ടുപോവുകയാണ്. 40 വർഷം എടുത്തു ഈ മരുഭൂമിയിലെ യാത്ര. ഇത്രയും വർഷം എടുത്തിട്ടും അവരുടെ ചെരുപ്പ് പഴകുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. നോക്കണേ, ദൈവത്തിന്റെ കരുതൽ എത്രമാത്രമാണെന്ന് തന്റെ ജനത്തിന്റെ മേലെ. 40 വർഷം നടന്നിട്ടും അവരുടെ ചെരുപ്പ് പഴകുകയോ കീറുകയോ വസ്ത്രം കീറുകയോ ഒന്നും ചെയ്ത്. കഴുകൻ തന്റെ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ പകൽ മേഘസ്തംഭം നൽകി, രാത്രി അഗ്നിസ്തംഭം നൽകി, ആഹാരമായി കാടപ്പക്ഷിയും മന്നയും കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കനാൻ ദേശത്തിന്റെ അതിരിലേക്ക് അവരെത്തുകയാണ്. ഒരു വലിയ ജനസമൂഹം തന്റെ രാജ്യത്തിന്റെ അതിരിൽ എത്തി എന്ന വാർത്ത മോവാബ്യ രാജാവായ ബാലാക്ക് അറിഞ്ഞു. ഏതാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ തന്റെ രാജ്യത്തിനുള്ളിൽ കടക്കുമെന്ന് അറിഞ്ഞ് ബാലാക്ക് അങ്ങേയറ്റം ഭയപ്പെട്ടു. കാരണം തന്നേക്കാൾ ശക്തന്മാരായ 3 രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ടാണ് അവർ ബാലാക്ക് ഈ രാജ്യത്തേക്ക് കടക്കാൻ പോകുന്നത്. ആരൊക്കെയായിരുന്നു ഈ 3 രാജാക്കന്മാർ അറിയാമോ? ബാശാൻ രാജാവായ ഓഗ്, കനാന്യ രാജാവായ ആരാദ്, അമോരി രാജാവായ സിഹോൻ. സ്തോത്രം. ശക്തന്മാരായ 3 രാജാക്കന്മാരെയും ഈ ജനം തോൽപ്പിച്ചതാണെന്നറിഞ്ഞ് ബാലാക്ക് ആകെ പേടിച്ചു വിറച്ചു. ഈ ജനത്തെ ശാരീരിക ബലം കൊണ്ടോ ആയുധ ബലം കൊണ്ടോ തോൽപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു. ബാലാക്ക് ഒരു വഴി കണ്ടുപിടിച്ചു. എന്തായിരുന്നത്? ദൈവജനത്തെ തോൽപ്പിക്കുവാൻ ദൈവത്തിന്റെ മകനായ ബിലെയാമിനെ വിളിച്ചു കൊണ്ടുവന്ന് ശാപവാക്കുകൊണ്ട് ശപിച്ച് ദൈവജനത്തെ ഇല്ലാതെയാക്കുക. ഇതിനായി ബിലെയാമിനെ വിളിക്കണം. വിളിക്കുവാൻ മോവാബിലെ കുറെ പ്രഭുക്കന്മാരെ ബാലാക്ക് സംഘടിപ്പിച്ചു. കയ്യിൽ കുറെ പണവും കൊടുത്ത് ബിലെയാമിന്റെ വീട്ടിലേക്ക് ഈ പ്രഭുക്കന്മാരെ ബാലാക്ക് അയച്ചു. ദൈവജനമായ ഇസ്രായേൽ ജനത്തെ ശപിച്ച് ഇല്ലാതെയാക്കുവാൻ, ദൈവജനത്തെ തകർത്ത് ഇല്ലാതെയാക്കുവാൻ മോവാബ്യ രാജാവായ ബാലാക്ക് കണ്ടുപിടിച്ച വഴിയായിരുന്നു എന്ത്? ബിലെയാമിനെ കൈക്കൂലി കൊടുത്ത് വിളിച്ച് വരുത്തി ദൈവജനത്തെ ശപിച്ച് ഇല്ലാതെയാക്കുക. ഇതാണ് നിങ്ങൾ വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ അടിസ്ഥാന പശ്ചാത്തലം. ഈ ഭാഗത്തു നിന്ന് 3 ആത്മീക സത്യങ്ങൾ സമയത്തിന്റെ ക്രമീകരണം അനുസരിച്ച് നിങ്ങളോട് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആരാണ് ബിലെയാം? ബിലെയാം ആരാണെന്ന് അധികമായിട്ടൊന്നും വേദപുസ്തകം പറയുന്നില്ല. എങ്കിൽ തന്നെയും ബിലെയാമിനെ കുറിച്ച് വേദപുസ്തകം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വായിക്കാം. സംഖ്യാപുസ്തകം 22:5. സംഖ്യാപുസ്തകം 22:5. അവൻ ബെയോരിന്റെ മകനായ ബിലെയാമിനെ വിളിക്കുവാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള ഫെദോരിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു. ബയോരിന്റെ മകൻ സ്വജാതിക്കാരുടെ മധ്യത്തിൽ ആ ദേശത്ത് നദീതീരത്തുള്ള ഫെദോരിൽ താമസിക്കുന്നു. എന്നാൽ സംഖ്യാപുസ്തകം 22-ാം അധ്യായം മുഴുവൻ നാം വായിക്കുമ്പോൾ ബിലെയാമിനെ കുറിച്ച് കൂടുതൽ പരാമർശങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഒരു വ്യക്തി എങ്ങനെയുള്ളവനാണ് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? ഞാനൊരു നല്ലവനാണ് അല്ലെങ്കിൽ അഗസ്റ്റിൻബദർ നല്ലവനാണ് എന്ന് നാം പറയണമെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ സംസാരവും അതിലുപരിയായി നമ്മുടെ പ്രവൃത്തിയും കൊണ്ടാണ് ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത്. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ബിലെയാം പറയുകയാണ് മോവാബ്യ പ്രഭുക്കളോട്, മോവാബ്യ പ്രഭുക്കളെ, എന്റെ ദൈവം എന്ത് പറയുന്നുവോ അത് യാതൊരു വളച്ചുകെട്ടും കൂടാതെ ഞാൻ നിങ്ങളോട് പറയാം. എന്റെ ദൈവം എന്ത് പറയുന്നുവോ അത് യാതൊരു വളച്ചുകെട്ടും കൂടാതെ നിങ്ങളോട് പറയാം.
ദൈവജനമേ ശ്രദ്ധിക്കുക. ഒരു വ്യത്യാസവുമില്ലാതെ ദൈവത്തിന്റെ ആഗ്രഹമല്ലെങ്കിൽ വചനങ്ങൾ അതുപോലെ പറയുന്നവനായ പ്രവാചകനായ ബിലെയാം. വീണ്ടും 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 18-ാം വാക്യം. ബിലെയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. എന്റെ വീട് നിറച്ച് പൊന്നും വെള്ളിയും തന്നാലും എന്റെ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന ദൈവനോട് പറയുന്നത് അണുവിട വിട്ട് ഞാൻ വ്യതിചലിക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ പറയത്തുള്ളൂ. അത് യാതൊരു മാറ്റവുമില്ല. എന്ത് തന്നാലാ? വീട് നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും. ഹല്ലേലൂയ! എത്ര സുന്ദരമായ പ്രസ്താവനയാണെന്ന് ഓർക്കണം. ദൈവം നമ്മൾ എന്തു പറയും അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച്? ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ. ഇവന്റെ വാക്ക് കേട്ടാൽ ആർക്കും തോന്നും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന മനുഷ്യനായി ഇവന്. വീട് നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ദൈവത്തിന്റെ കൽപ്പന ഞാൻ ലംഘിക്കുകയില്ല. സ്തോത്രം. ഈ മനോഹരമായ പ്രസ്താവന നടത്തിയിട്ട് അടുത്ത നിമിഷം എന്ത് ചെയ്തു? ദൈവജനത്തെ നശിപ്പിക്കുവാൻ യാതൊരു മടിയും കൂടാതെ കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കളോടൊപ്പം ഇയാൾ യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ! ബിലെയാമിന് ദൈവത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷെ ദൈവത്തെ ഇവൻ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല. ഭക്തിക്കനുസരണമായ വാക്കുകളല്ല ആവശ്യം, ഭക്തിക്കനുസരണമായ പ്രവൃത്തി അല്ലെങ്കിൽ ജീവിതമാണ് ഒരു മനുഷ്യന് ആവശ്യം, ഒരു വിശ്വാസിക്ക് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. ഇവന്റെ വാക്ക് കേട്ടാൽ ആരും പറയും പരമഭക്തൻ. സാമ്പ്രദായം എപ്പം പറയുന്നു അന്നേരം എല്ലാം ജോൺ ബെർഗ് പ്രസംഗിക്കാൻ തയ്യാറാണ്. മുടങ്ങാതെ ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരും. ജോൺ ബെർഗിന്റെ ജീവിതം എങ്ങനാ? ആരെങ്കിലും കണ്ടാ പറയും, ബ്രദർ എങ്ങനുണ്ട്? സുഖമാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡോക്ടർ ബീരയാണെങ്കിൽ എന്റെ പുറകെയാ, മുട്ട് ഓപ്പറേഷൻ ചെയ്യും. ജോൺ ബെർഗ് എന്തോ പറയുന്നത്? ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല ഡോക്ടറെ. ജോൺ ബെർഗിന്റെ ജീവിതം എങ്ങനാ? നാവിൽ സ്തോത്രവും ജീവിതത്തിൽ സൂത്രവും ഉള്ള വ്യക്തിയാ. ഹല്ലേലൂയ. ഈ 100% വിശ്വാസികൾ ഇങ്ങനെയുള്ളവരാ. എന്റെ ദൈവം പറയുന്നത് ഞാൻ അതുപോലെ അനുസരിക്കും. അടുത്ത നിമിഷം മോവാബ്യ പ്രഭുക്കളോട് ചേർന്ന് ദൈവജനത്തെ നശിപ്പിക്കുവാൻ ഈ മനുഷ്യൻ പുറപ്പെടുകയാണ്. ക്രിസ്തീയ ജീവിതം എന്നത് ബാഹ്യമായ പ്രകടനമല്ല. ദൈവജനമേ, ബിലെയാമിനെ കണ്ടാൽ അവൻ പരമഭക്തൻ. അവനെ കേട്ടാൽ ഏത് മനുഷ്യനും ആത്മീയമായി വളരുന്ന വിധത്തിലുള്ള അവന്റെ സംസാരം, ദൈവത്തെ കുറിച്ചുള്ള അറിവോ വാക്കുകളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതോ അല്ല ക്രിസ്തീയ ജീവിതം. സ്വന്തം ജീവിതത്തിൽ കൂടി, സ്വന്തം അനുഭവത്തിൽ കൂടി മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം. ദൈവത്തെ കുറിച്ചുള്ള അറിവ് നല്ലതാ, പക്ഷേ അനുഭവമില്ലാത്ത അറിവിന് എവിടെയാ പ്രസക്തി? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ലോകത്തുള്ള 99% ആൾക്കാരും ഇപ്രകാരമുള്ളവരാ. അഭിനയമല്ല ക്രിസ്തീയ ജീവിതം. ഇവൻ വാക്കുകൊണ്ട് ദൈവത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ്. പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ കൽപ്പന ഞാൻ അണുവീട ചലിക്കുകയില്ല വിട്ടു. വെള്ളി തന്നാലും പൊന്നു തന്നാലും നിന്നോടൊപ്പം ഇനി ഞാനില്ല. എന്റെ ദൈവം എന്തു പറയുന്നുവോ അത് മാത്രമേ ഞാൻ അനുസരിക്കുകയുള്ളൂ. ഒരു വശത്ത് അങ്ങേയറ്റം ഭക്തിയുള്ളവനാണെന്ന് വാക്കുകളിൽ കൂടെ പറയുകയും അത് ജീവിതത്തിൽ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവനായിരുന്നു ആര്? ബിലെയാം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്റെ മുമ്പിലിരിക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെ? ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ 100% വിശ്വാസികളുടെ ജീവിതം ഏതാണ്ട് ഈ പരുവത്തിലൊക്കെയാണ്. വായിച്ചേ, മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 899 പേജ്. മലാഖി 1:6, 899 പേജ്.
മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം. ഇങ്ങനെയുള്ളവരുടെ ദൈവം ചോദിക്കുക, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? വേറെ വായിക്കാൻ മത്തായി 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. അടുത്ത വായിക്കാം 15:8 മത്തായി. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. പിന്നെ വായിക്കാം യാക്കോബ് 2:20, 235-ാമത്തെ പേജ്. യാക്കോബ് 2:20. വ്യർത്ഥ മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം ലൂക്കോസ് 6:46. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതുണ്ട്. ഇക്കാരണത്താലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29:13 പറയുന്നു, ഈ ജനം അടുത്തു വന്ന് വായ കൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്നും ദൂരത്തകറ്റിയിരിക്കുന്നു എന്നാണ്. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയാത്രേ എന്ന്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം ഹൃദയത്തെ നോക്കുന്നു. നിങ്ങളുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ ഹൃദയം കൊണ്ട് സർവശക്തനെ ആരാധിക്കുവാൻ കഴിയുമോ? ഒരു ചെറിയ ഉദാഹരണം വായിക്കാം. 2 രാജാക്കന്മാർ 5:1. പുതിയ നിയമത്തില് 375-ാമത്തെ പേജ്. 2 രാജാക്കന്മാർ 5:1, 375-ാമത്തെ പേജ്. യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. മതി. അപ്പോൾ വായിച്ചു കേട്ടെന്തുവാ? അരാമ്യ രാജാവായ രാജാവിന്റെ സേനാപതിയായ നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. ഇവൻ കുഷ്ഠരോഗിയായിരുന്നു. ഈ രോഗത്തിന് അവന് സൗഖ്യം കിട്ടി. സൗഖ്യം കിട്ടിയ ശേഷം ഈ മനുഷ്യൻ ഭയങ്കര ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. വായിച്ച് 2 രാജാക്കന്മാർ 5:17. എന്നാൽ 2 കോവകളുടെ ചുമട് തരുവിക്കേണ്ടേ? അടിയനിൽ യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്കും ഹോമയാഗവും ഹനനയാഗവും കഴിക്കില്ല. നോക്കണേ, കുഷ്ഠരോഗം കിട്ടിയ മനുഷ്യൻ സൗഖ്യം പറയുകയാണ്. ഈ സ്ഥലത്തെ 2 കോവർ കഴുത ചുമടും മണ്ണ് എനിക്ക് വേണം, അത്രയ്ക്ക് ഈ സ്ഥലം വിശുദ്ധമാണ്. ഇനി അടിയന് എന്റെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും ദഹനയാഗമോ ഹോമയാഗമോ ഭോജനയാഗമോ മറ്റൊന്നും അർപ്പിക്കുകയില്ല എന്ന്. എത്ര സുന്ദരമായ സാക്ഷ്യമാണ്. ഞാനോ നിങ്ങൾ ആരെങ്കിലും ഇത്രയും നാളത്തെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ വലിയ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അടുത്ത 18-ാം വാക്യം ഒന്ന് വായിച്ചേ. ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. എന്റെ യജമാനൻ നമസ്കരിപ്പാൻ റിമോലി ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്ങളിലൂടെ കുമ്പിടുമ്പോൾ ഞാനും റിമോലി ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. കുഷ്ഠരോഗം കിട്ടിയ മനുഷ്യൻ ഭയങ്കര സാക്ഷ്യം പറഞ്ഞ ആ സ്ഥലത്തെ 2 കോവർ കഴുത മണ്ണ് എനിക്ക് വേണം, ഞാൻ എന്റെ ദൈവത്തിനില്ലാതെ മറ്റൊന്നും ഞാൻ അർപ്പിക്കുകയില്ല. എന്നിട്ട് പിന്നെ ദൈവത്തോട് പറയുക, എന്റെ യജമാനൻ, ജാതിയായ എന്റെ യജമാനൻ ജാതികളുടെ ദേവനായ റിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് നമസ്കരിക്കുമ്പോൾ കുടവയറൊക്കെ കാണുമായിരിക്കും, അതായിരിക്കും. എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യൻ എന്റെ യജമാനനെ ഒന്ന് ഞാൻ പിടിച്ചു വെക്കുമ്പോൾ ഞാനും ഒന്നറിയാതെ ആ ജാതികളുടെ ദേവനെ ഒന്ന് നമസ്കരിക്കും. എന്റെ ദൈവം അത് ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പലപ്പോഴും ഞാനും നിങ്ങളും ചെറിയ ചെറിയ പാപങ്ങൾക്ക് മനഃപൂർവ്വം വഴങ്ങിക്കൊടുക്കുന്നവരാ. പാപം ചെറുതെന്നോ വലുതെന്നോ ദൈവസന്നിധിയിലില്ല. ഒരു ചെറിയ കള്ളത്തരം പറയുന്നത് പോലും വലിയ തെറ്റാ ദൈവത്തിന്റെ മുമ്പിൽ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യജമാനനെ എഴുന്നേൽക്കാൻ ഞാൻ സഹായിക്കുമ്പോൾ ഞാനും ആ ജാതികളുടെ ദേവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുമ്പിടും. എന്റെ കർത്താവിനോട് നമ്മൾ ക്ഷമിച്ചേക്കണം. കർത്താവെ, 2023 അവിടുന്ന് എന്നെ വലിയ ആപത്തിൽ നിന്ന് പഠിപ്പിച്ചത്, എന്റെ കുടുംബത്തെ അവിടെ സാമ്പത്തികവും ആത്മീയവും അനുഗ്രഹിച്ച ദൈവമാണ്. എന്നാലും വൈകിട്ട് ആഹാരം കഴിക്കുന്ന 2 പെഗ് ഞാൻ അടിക്കും. എന്റെ ദൈവം എന്നോട് ക്ഷമിച്ചേക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം 2 or 3 സിഗരറ്റ് ഞാൻ വിളിക്കും. എന്നോട് കർത്താവ് ക്ഷമിച്ചേക്കണം. എന്റെ ബലഹീനതയ്ക്ക് തുണനിക്കുന്നതല്ലേ കർത്താവ്. അപ്പൊ ഈ ബലഹീനതയ്ക്ക് എന്റെ ദൈവം എന്നോട് അങ്ങ് ക്ഷമിക്കണം, എനിക്ക് തുണനിക്കണം, എന്നെ സഹായിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പൂർണ്ണമായിട്ടും 100% ക്ലിയർ ആയിട്ടുള്ള ഒരു ആത്മീക ജീവിതമാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ കുമ്പിട്ടില്ല എങ്കിൽ എന്റെ പട്ടാള മേധാവി സ്ഥാനം പോകും. എന്റെ സ്ഥാനം കളഞ്ഞുള്ള ഒരു ഭക്തി എനിക്ക് ആവശ്യമില്ല. യഹോവ നല്ലവനാണ്. എനിക്ക് രോഗസൗഖ്യം തന്ന ദൈവമാണ്. എന്നെ അപകടത്തിൽ നിന്ന് വിടുവിച്ച ദൈവമാണ്. എനിക്ക് വളരെ വളരെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ നിലയും വിലയും കളഞ്ഞുള്ള ഒരു ഭക്തി എനിക്ക് വേണ്ട. നമ്മുടെ കർത്താവിന് വിശന്നു. അത്തിപ്പഴം കഴിക്കുവാൻ അത്തിയുടെ ചുവട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് ഒറ്റ പഴം പോലും അതിലില്ല. അത്തിയുടെ നിൽപ്പ് കണ്ടാൽ നിറയെ പഴങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നത്. അടുത്ത് ചെന്നപ്പോഴാണ് ഇലയും കമ്പുമല്ലാതെ മറ്റൊന്നുമില്ല. എന്നെയും നിങ്ങളെയും ദൈവം നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ആത്മീയരായി വളർന്നിട്ടുണ്ട്, എത്രത്തോളം ആത്മീയ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു സ്വയ ശോധനയ്ക്കുള്ള സമയമാകട്ടെ ഇന്ന് രാവിലെ സമയം. ഹല്ലേലൂയ. അത്തിമരത്തിന് പ്രകടനമുണ്ട്, ഫലമില്ല. നമ്മുടെയൊക്കെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടാൽ എന്തോ ഒരു ഭക്തി അല്ലേ. ഹൃദയത്തെ ഒന്ന് വേദനപ്പെടുത്തി നോക്കണം. അന്നേരം അറിയാം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടും ആരാവസിക്കുന്നത്. ഒരു സത്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഈ അവസ്ഥയൊന്നും ദൈവം കാണുന്നില്ല. ഒരു പ്രതികൂല സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിക്കുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു, ആ ആത്മാവാണ് യഥാർത്ഥമായിട്ടും നമ്മുടെ ഹൃദയത്തിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആ ആത്മാവാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ചിലപ്പോൾ നാം പ്രസംഗിക്കുന്നവരായിരിക്കാം, വളരെ താഴ്മയോടെ സംസാരിക്കുന്നവരായിരിക്കാം, നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, മുടങ്ങാതെ ആരാധനയ്ക്ക് സംബന്ധിക്കുന്നവരായിരിക്കാം. എന്നാലും പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു? ദൈവകൃപയിൽ നിങ്ങൾ നിൽക്കുമോ? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പാതയെ പിന്തുടർന്ന് ജീവിക്കുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിശ്വാസി. ഈ നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ചിന്തയെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തിരിക്കുകയാണ്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8:9. അപ്പോസ്തല പ്രവൃത്തി 8:9. എന്നാൽ സീമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ അഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ രാജ്ഞിയെ ഭ്രമിപ്പിച്ചു പോകും. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് വ്യാപാരം കൊണ്ടും എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. അപ്പോൾ ശീമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ശമര്യ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് ജീവിച്ചിരുന്നു. ഫിലിപ്പോസ് സുവിശേഷവുമായി അവിടെ എത്തിയപ്പോൾ ആഭിചാരം ചെയ്ത് ജനത്തെ കളിപ്പിച്ച ശീമോൻ ഫിലിപ്പോസിൽ നിന്നും സുവിശേഷം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? വായിക്കാം. 8:13. സീമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് കൂടെ ചേർന്നു വലിയ വീരപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അപ്പോൾ വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ഈ മനുഷ്യൻ ചേർന്ന് നിന്നു. 100-ൽ 100 മാർക്കും സ്വർഗം കൊടുത്തു. എന്നാൽ ഏതാനും നാളുകൾക്ക് ശേഷം പത്രോസും യോഹന്നാനും അവിടെ ചെന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ചില ആളുകളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ഈ സമയത്ത് ശീമോൻ ഇതെല്ലാം മാറി നിന്ന് കാണുകയായിരുന്നു. ശീമോൻ അടുത്ത് നിന്ന് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ കൈവച്ചാൽ ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. അതിനാൽ എനിക്ക് കൂടി കൈവപ്പ് ശുശ്രൂഷ വേണമെന്ന്. അതിനെന്തു വേണം എന്ന് ചോദിച്ചു. പിന്നെ പത്രോസിന്റെ മറുപടി എന്തായിരുന്നു? വായിക്കാം. 8:20-21. അപ്പോസ്തല പ്രവൃത്തി 8:20-21. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കുകൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും മോഹനമില്ല. വിശ്വസിച്ച് സ്നാനപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോട് പത്രോസ് പറയുകയാണ്, നിന്റെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് കരുതുന്നവനെ
ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഏത് കാര്യത്തില്? പരിശുദ്ധാത്മാവെന്ന കാര്യത്തില് നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പങ്കും ഓഹരിക്കാരും ആകുന്നത് ആരാ? ഹൃദയ ശുദ്ധിയുള്ളവരാ. ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശിമോനെ നോക്കിക്കൊണ്ട് പറയുക, നീ എല്ലാം ചെയ്തു, പക്ഷേ നിന്റെ ഹൃദയം ദൈവത്തിന്റെ സ്ഥലം കഴുകി വെടിപ്പാക്കിയിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, സ്വർഗം നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെയാണ്, നിങ്ങളുടെ മുഖത്തെയല്ല. ഭക്തിക്കനുസൃതമായ പ്രകടനവും വേഷവിധാനവും എനിക്കുണ്ട്. ഹൃദയം നേരുള്ളതോ ദൈവസന്നിധിയിൽ? ഒന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ച്. വീണ്ടും പത്രോസ് ശിമോനോട് പറയുകയാണ്, 22-ാം വാക്യം, നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ മാനസാന്തരം എന്നത് ഒരിക്കലായിട്ടുള്ള വിഷയമല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14 പറയുന്നത്, യെരൂശലേമേ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയുകയാണ്. ഇത് തന്നെയാണ് റോമർക്ക് എഴുതിയ 2-ാം അധ്യായത്തിന്റെ 28-29 വാക്യത്തിൽ പറയുന്നത്. റോമർ 2:28-29. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിനുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനല്ലേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയല്ലേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഭക്തിയുടെ വേഷം ധരിച്ച് ഭക്തിയുടെ ശക്തിയെ ത്യജിക്കരുത് എന്ന് പറയുകയാണ് അവിടെ. അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള അനേകർ എഴുന്നേൽക്കും ആത്മീക ലോകത്ത്. ഇതുകൊണ്ടാണ് അപ്പോസ്തലൻ യാക്കോബ് പറയുന്നത്, യാക്കോബ് 2:20-26. യാക്കോബ് 2:20-26. വ്യർത്ഥ മനുഷ്യരുടെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലം എന്ന് ഗ്രഹിക്കാൻ എനിക്ക് മനസ്സുണ്ടോ? 26-ാം വാക്യം, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകും. അപ്പോ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അടുത്ത വാക്യം പറയുന്നത്, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. വീണ്ടും സംഖ്യാപുസ്തകം അതിന്റെ 72-ാം അധ്യായം 9 കടന്നു വരികയാണ്. ദൈവം ബിലിയാമിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ദൈവത്തിന്റെ പ്രവാചക, ദൈവത്തിന്റെ അഭിഷക്ത, നിന്നോട് കൂടെയുള്ള ഇവർ ആര്? ദൈവത്തിന് അറിയാൻ കഴിഞ്ഞിട്ടാണോ ചോദിച്ചത്? അല്ല. മോവാബ്യ പ്രഭുക്കൾ. ആരായി മോവാബ്യ പ്രഭുക്കൾ? ആരാണെന്നറിയാം? മാതാപിതാക്കളുടെ മ്ലേച്ഛകരമായ ജീവിതം മൂലം ഉണ്ടായ തലമുറയാണ് മോവാബ്യ പ്രഭുക്കൾ. 10-ാം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കുകയില്ല എന്ന് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ശാപം പിടിച്ചു വാങ്ങിയ തലമുറകളാണ് മോവാബ്യ പ്രഭുക്കന്മാർ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, മാതൃകാപരമല്ലാത്ത ജീവിതം തലമുറകൾക്ക് ശാപമായി തീരും. സർവശക്തൻ ചോദിക്കുകയാണ്, ബിലെയാമേ, നീ ആര്? നീ ദൈവത്തിന്റെ അഭിഷിക്തനാ, എന്നോടുകൂടെയുള്ള ഇവർ ആര്? നീ ദൈവത്തിന്റെ ദാസനാ, നീ ചെയ്യുന്നത് എന്താ? ദൈവ പൈതലേ, നിനക്ക് ഇങ്ങനെയുള്ളവരോട് എന്താ ബന്ധം? ഇങ്ങനെയുള്ള പ്രവൃത്തികളോട് നിനക്ക് എന്താ ബന്ധം? ദൈവമക്കൾ ഇരിക്കേണ്ട സ്ഥാനമുണ്ട്, അവർ പോകേണ്ട സ്ഥാനമുണ്ട്, അവർ ഇടപെടേണ്ട ആളുകളുണ്ട്. കണ്ണിൽ കാണുന്നവരെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരികയും അവരുടെയൊക്കെ അടുത്ത് പോവുകയും അവരോട് സഹകരിക്കുകയും ചെയ്യുവാനല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ചത്. വിശ്വസിച്ച് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കും എന്റെ മുമ്പിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള ഓർത്തുകൊള്ളണം. കിട്ടുന്നതൊക്കെ എടുത്ത് പോക്കിട്ടിടാനുള്ളതല്ല ഞാനും നിങ്ങൾ. കാണുന്നതിനെയൊക്കെ ചേർത്ത് പിടിക്കുവാനുള്ളതല്ല ഞാനും നിങ്ങൾ. ദൈവ പൈതലിനൊരു ജീവിത ശൈലിയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 ചോദിക്കുന്നത്, വെളിച്ചത്തിന്റെ മക്കൾക്ക് ഇരുളിന്റെ മക്കളോട് എന്ത് കൂട്ടായ്മ? ഹല്ലേലൂയ. വിശ്വാസികളെ പാപത്തിന്റെ വശീകരണത്തിൽ അകപ്പെടുത്തുവാൻ നിൽക്കുന്ന ലോകമാണിതെന്ന് ഓർത്തുകൊള്ളണം. പാപം എപ്പോഴും നമ്മുടെ അരികെ തന്നെ ഉണ്ട്. ദൈവകൃപയിൽ ആശ്രയിച്ച് നിന്നുകൊള്ളണം. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും വീണുപോകും. വീണ്ടും പറയുന്നു, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപമാകരുത്.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6 കാണുന്നു, മോവാബ്യർ ഗർവികളും നിഗളികളും കോപിക്കുന്നവരും വ്യർത്ഥ പ്രശംസക്കാരുമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ഈ വക കാര്യങ്ങൾക്ക് എവിടെയാ സ്ഥാനം? ദൈവം തന്നതല്ലാതെ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തുണ്ട് പ്രിയ ദൈവജനമേ? മർത്തോമാക്കാരന്റെ ശവസംസ്കാര ചടങ്ങില് എല്ലാവരെക്കാട്ടിലും വലിയവനെന്ന് വിചാരിച്ച് നടന്ന മനുഷ്യനെ കുഴിയിലിട്ട് മൂടാനായിട്ട് പെട്ടിയിൽ കൊണ്ടിട്ടിട്ട് ശവക്കൊട്ടയുടെ മൂലയിൽ കൊണ്ടുവച്ചിട്ട് അച്ഛനൊരു ചോദ്യമുണ്ട്. ഏത് സുവിശേഷ പ്രസംഗത്തെക്കാളും വലിയൊരു ചോദ്യമാണ്, ഇതാകുന്നു നിന്റെ അന്ത്യമെങ്കിൽ? വിദ്യാസമ്പന്നൻ തന്റെ വിദ്യയിൽ പ്രശംസിക്കുന്നത് എന്തിന്? ആരോഗ്യവാൻ തന്റെ ആരോഗ്യത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നിന്റെ അന്ത്യമെങ്കിൽ ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നിന്റെ അന്ത്യമെങ്കിൽ സൗന്ദര്യവാൻ തന്റെ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഹല്ലേലൂയ. മൃതശരീരം വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിലും കൂടി നിൽക്കുന്ന ഓരോരുത്തരോടുമാണ് ചോദിക്കുന്നത്. ആ പ്രത്യേക സാഹചര്യത്തിൽ ഈ ചോദ്യം ഏതൊരു മനുഷ്യന്റെയും കണ്ണു നിറയിക്കും. ഇതാണ് എന്റെയും നിങ്ങളുടെയും അന്ത്യമെങ്കിൽ നാം എന്തിനീ ലോകത്തിലുള്ളതിൽ പ്രശംസിക്കുന്നു? നാം എന്തിനു മസുല് പഠിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ ഈ ചോദ്യം ചോദിക്കുന്നറിയാമോ? കുഴിയിലേക്ക് വെക്കാൻ പോകുന്ന ഈ മനുഷ്യന്റെ അവസ്ഥ എനിക്ക് നിങ്ങൾക്ക് ഒരു നാൾ വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങൾ എന്തിനാ അഹങ്കരിക്കുന്നു? എന്തിനെ കുറിച്ച് അഹങ്കരിക്കുന്നു? അഹങ്കരിപ്പാൻ ഒന്നുമില്ല. ദൈവസന്നിധിയിൽ താണാട്ട് പ്രിയ ദൈവജനമേ. സർവശക്തൻ വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാണ് അഹങ്കാരം. സ്വർഗത്തിലെ ദൈവം ചോദിക്കുകയാണ്, വിശ്വസിച്ച് സ്നാനപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയോട് ചോദിക്കുക, നിന്റെ ജീവിത കാര്യങ്ങൾക്ക് എന്താ സ്ഥാനമുള്ളത്? നിന്നോടൊപ്പം വസിക്കുന്നത് എന്താണ്? നിന്റെ ഹൃദയത്തിൽ എന്താണ് വസിക്കുന്നത്? ഓരോ ദിവസവും നീ ചെയ്യുന്ന ഏത് വിധത്തിലുള്ള പ്രവൃത്തികളാണ്? അഹങ്കാരമാണോ? സ്വയം പ്രശംസയാണോ? ദ്രവ്യാഗ്രഹമാണോ? അതോ മുൻകോപമാണോ? വായിച്ചേ സങ്കീർത്തന പുസ്തകം 138 സങ്കീർത്തനത്തിലെ 6-ാം വാക്യം. സങ്കീർത്തനം 138:6. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന്. വീണ്ടും വായിക്കാം സദൃശവാക്യങ്ങൾ 13:10. സദൃശവാക്യങ്ങൾ 13:10. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. ജ്ഞാനമുണ്ട്. അടുത്ത 15:25 സദൃശവാക്യങ്ങൾ 15:25. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. അടുത്ത വാക്യം 21:4. സദൃശവാക്യങ്ങൾ 21:4. ഗർവമുള്ള കണ്ണും അഹങ്കാര പ്രതിയും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. 24-ാം വാക്യം. നിങ്ങളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്ന പേർ, അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. ദൈവവചനത്തിന്റെ വെളിച്ചത്തില് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ പ്രസാദിക്കുകയുള്ളൂ. അതിന് നാം ഇപ്പോൾ തന്നെ തയ്യാറാകണം. അടുത്ത നിമിഷം എനിക്കും നിങ്ങൾക്കുമുള്ളതല്ല പ്രിയ ദൈവജനമേ. മോവാബിന്റെ ഡംബത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്താണ് ഈ ഡംബം? ഡംബം എന്നാൽ പൊങ്ങച്ചം. പൊങ്ങച്ചം കാണിക്കുവാൻ അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുവാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ ദൈവസന്നിധിയിൽ എന്തുണ്ട് പ്രിയ ദൈവജനമേ? ഒന്നുമില്ല പറയുവാൻ. പൗലോസ് പറയുകയാണ്, എനിക്ക് പൊങ്ങച്ചം പറയുവാൻ പലതുമുണ്ട്. ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്, എബ്രായനിൽ ജനിച്ച എബ്രായനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷനാണ്. ഇതൊക്കെ എന്റെ പൊങ്ങച്ച വിഷയമാകും. എന്നാൽ ഇതെല്ലാം ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്നെണ്ണുന്നവന് മാത്രമേ അടുത്ത വാചകം പറയുവാൻ സാധിക്കൂ. എന്താ അത്? ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും അദ്ദേഹം പറയുകയാണ്, എനിക്ക് കർത്താവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാനില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നിങ്ങളുടെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയാണുള്ളത്? ശാപവിഷയമായ എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തില്? ദൂരെ എറിയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തില്? വേണ്ടതിനോട് വിട പറയാതെ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല.
ദൈവത്തിന് സ്തോത്രം. പാപത്തോട് പ്രാണത്യാഗത്തോളം പോരാടിക്കൊണ്ട് എതിർത്ത് നിൽപ്പാൻ നാം തയ്യാറായെങ്കിലേ മതിയാകത്തുള്ളൂ. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് കർത്താവ്. അതിനാൽ ഈ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരികയാണ്. ബിലെയാം കഴുതപ്പുറത്ത് കയറി ദൈവജനത്തെ ശപിക്കുവാൻ പോവുകയാണ്. അവന്റെ മനസ്സ് മുഴുവൻ ബാലാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനത്തിലാണ്. പോകുന്ന വഴിയിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതനെ ആര് കണ്ടു, ആര് കണ്ടില്ല? 23-ാം വാക്യം വായിച്ചു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വയലിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു. അപ്പോ ദൈവത്തിന്റെ പ്രവാചകനായ ബിലെയാം ദൈവദൂതനെ കണ്ടില്ല, ശാപമൃഗമായ കഴുത കണ്ടു. എന്തോ ഒരു അതിശയോക്തിയാ. നോക്കിക്കേ, ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവദൂതനെ കണ്ടില്ല. സകല മൃഗങ്ങളിലും നികൃഷ്ടമെന്ന് കരുതുന്ന കഴുത ദൈവദൂതനെ കാണുകയാണ്. ദൈവദൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ കഴുത 3 കാര്യങ്ങളാ ചെയ്തത്. എന്തൊക്കെയാ ചെയ്തത്? ആദ്യം വഴിവിട്ട് വയലിലേക്ക് കഴുത തിരിഞ്ഞു. ബിലെയാമിനെ പഠിപ്പിക്കുവാൻ കഴുത ആദ്യം ചെയ്ത പാഠമാണ്. വീണ്ടും 25-ാം വാക്യം, കഴുത ദൈവദൂതനെ കണ്ടപ്പോൾ മതിലിനരികെ ഒതുങ്ങി നിന്നു. ബിലെയാമിന്റെ കാല് മതിലിനോട് ചേർത്ത് ഞെക്കി കഴുത. എന്നിട്ടും മനസ്സിലായില്ല ബിലെയാമെ. ഇത്രയൊക്കെ ആയിട്ടും ബിലെയാം പഠിച്ചില്ല. അവസാനം കഴുത എന്ത് ചെയ്തു? അങ്ങ് കിടന്നപ്പോൾ ബിലെയാം വടികൊണ്ട് കഴുതെ ആഞ്ഞടിച്ചു. അടുത്ത് എന്താ സംഭവിച്ചത്? 28-ാം വാക്യം. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലെയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോ ശാപമൃഗമായ കഴുതയുടെ വായ സർവശക്തനായ ദൈവം തുറന്ന് നോക്കണമേ. ഹല്ലേലൂയ. അടുത്ത 30-ാം വാക്യം. കഴുത ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഇക്കാലമൊക്കെയും എന്റെ പുറത്തേക്ക്. എന്റെ പ്രസംഗ വിഷയമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഈ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഈ വേദപുസ്തകം അറിയാതെ എടുത്തു എടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും പറയാൻ പോകുന്നത് എന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിലേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിലില്ല. കഴുത ബിലെയാമിനോട് പറഞ്ഞു, കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ വഴി മാറി, ഇനി നിന്റെ കൂടെ ഞാനില്ല. കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സർവശക്തനായ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുതിയ വഴിയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ വഴി എനിക്ക് നിങ്ങൾക്കും ഉള്ളതല്ല. ആമേൻ. കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുതിയ വഴിയാ. പിശാചേ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നീ എന്നെ കൊണ്ട് പലതും പറയിച്ചു, നീ എന്നെ കൊണ്ട് പലതും ചെയ്യിച്ചു. ഇനി നിന്റെ കൂടെ ഞാനില്ല, ഞാനിനി എന്റെ ദൈവത്തിന്റെ കൂടെയാണ്. ഇപ്പോൾ ഞാനൊരു ദൈവത്തെ കണ്ടുമുട്ടും. ഇനി നിന്റെ വഴി എനിക്ക് വേണ്ട, നിന്റെ കൂടെ ഞാനില്ല. എനിക്കിനി പുതിയൊരു വഴിയാണ്. ഉറച്ചൊരു തീരുമാനമെടുത്തിട്ട് വേണം ഇന്ന് ഇവിടെ നിന്ന് വീട്ടിലേക്ക് കടന്നു പോകുവാൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, വിദ്വാൻമാർ യേശുവിനെ കണ്ടതിന് ശേഷം പല വഴിയായി കടന്നുപോയി എന്ന് വിശുദ്ധ വേദത്തിൽ നാം വായിക്കുന്നു. ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വിടേണ്ടതിനെയൊക്കെ വിട്ട് ദൈവിക അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് എന്ന് വീട്ടിലേക്ക് കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലേക്ക് കടന്നുവാ. പാട്ടുകാരൻ പറയുക, യേശു നിന്നെ വിളിക്കുന്നു, കടന്നുവാ. ഒന്നും ശങ്കിക്കേണ്ട. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, ദൈവമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുക, ദൈവവൈദ്യരായി തീർക്കുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുകയും ചെയ്യുവാനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിന് മുൻപാകെ നാമായിരുന്നു. ഇന്ന് ദൈവവചനം നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയത്തെ തുറന്ന്
ആ വചനം സ്വീകരിച്ച് നാം കേട്ടതുപോലെ നമ്മെ ആ വചനത്തിന് കീഴ്പ്പെടുത്തുവാൻ, ആ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ വചനത്തിന് സമർപ്പിക്കാം. ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് സംസാരിച്ചു. നമുക്ക് ഓരോരുത്തർക്കും ആ വചനം ഏറ്റെടുത്ത് ആ വചനത്തിന്റെ ക്ഷണം സ്വീകരിച്ച് പുതിയ ജീവിതത്തിലേക്ക് സർവശക്തനെ നാം കണ്ടെത്തിയെങ്കിൽ വിടേണ്ടതെല്ലാം വിട്ട് ആ പുതിയ ജീവിതത്തിനായിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുറുകെ പറ്റുന്ന സകല കാര്യങ്ങളെ വിടേണ്ടതിനെ എല്ലാം വിട്ട് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വചനമിന്ന് നമ്മെ ആഹ്വാനം ചെയ്ത്, ബാഹ്യമായിട്ടുള്ളതല്ല ആന്തരികമായിട്ടുള്ളതിനെ, ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത് എന്ന് നാം കേട്ടു. സങ്കീർത്തനത്തിൽ നാം കേട്ടതുപോലെ അന്തരംഗത്തിൽ സത്യമല്ലോ നീ ഇച്ഛിക്കുന്ന ഹൃദയത്തെ നോക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തില് സത്യത്തെ അന്വേഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചു. ഇന്ന് വീണ്ടും കർത്താവെ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ജീവിതത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ശോധന ചെയ്ത് കർത്താവെ, ഇതുവരെ ഞങ്ങൾ സഞ്ചരിച്ച വഴികളിൽ വിടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും വിട്ടിട്ടില്ല എങ്കിൽ അതെല്ലാം വിട്ട് മനം തിരിഞ്ഞ് അങ്ങയുടെ അടുത്തേക്ക് വരുവാനും ആ പുതിയ ജീവിതം സ്വീകരിക്കുവാനും കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ടിട്ട് വിട്ടുകളയുന്നവരാകാതെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെ പ്രവർത്തിപ്പിക്കുവാൻ, ഞങ്ങളുടെ പ്രവൃത്തി വചനാധിഷ്ഠിതമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഇന്ന് വചനം ഞങ്ങളുമായി പങ്കുവെച്ച അങ്ങയുടെ ദാസനെ ഏൽപ്പിക്കുന്നു. കർത്താവ് പിന്നെയും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഇനിയും അവിടുത്തെ വചനവുമായി ശക്തമായ അനേകരുടെ മുൻപാകെ നിൽക്കുവാൻ നിന്റെ ദാസനെ കരങ്ങൾ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിച്ച ഇവിടെ കൂടി വന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഓൺലൈനിൽ കേൾക്കുന്നവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളെ ഒരുമിച്ച് കർത്താവെ പുതിയ ജീവിതത്തിനായിട്ട് അങ്ങ് ഒരുക്കണമേ. ഞങ്ങൾക്ക് കർത്താവെ, ഞങ്ങൾ അവിടുത്തെ വചനപ്രകാരം ജീവിക്കുകയും അതുവഴി അങ്ങേക്ക് ഉത്തമ സാക്ഷികളായി ഈ ലോകത്തിൽ ആയിരിക്കുവാൻ അങ്ങ് നിശ്ചയിച്ചുള്ള അത്രയും കാലം കർത്താവെ അങ്ങേക്ക് ഉത്തമ സാക്ഷികളായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് കർത്താവെ അവിടുത്തെ വചനത്താൽ തുടർന്ന് ഞങ്ങളെ പണിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ആമേൻ. തുടർന്ന് കർത്തൃമേശയ്ക്ക് വേണ്ടി ഒരുക്കുവാനായി രാമേന്ദ്രൻ ബ്രദറിനെ ക്ഷണിക്കുന്നു.